എൻ്റെ പേര് സൗമ്യ. ഞാൻ തൈക്കാട് ശിതിയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 23/5/2023 ഇതെൻ്റെ മകൻ ആദിനാഥ്. എനിക്കിവിടെ വന്ന അമ്മേനെ കണ്ട് ഒരു തിരി കത്തിക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. അങ്ങനെ ഞാനിവിടെ വന്നു. അമ്മേനെ കണ്ട് തിരി കത്തിച്ചേച്ച് വീട്ടിൽ പുറത്തുനിന്ന് ഒരു മാതാവിൻ്റെ ഒരു രൂപം മേടിച്ചുകൊണ്ട് ഞാനിവിടുന്ന് അപ്പം ഞാൻ ഇവിടുന്ന് അമ്മയോട് പറഞ്ഞാൽ പോകുന്നു, അമ്മ എനിക്ക് യോഗ്യത ഉണ്ടെങ്കിൽ ഞാനൊരു ഹിന്ദുവാണ്, അപ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് അങ്ങനെ പോരാൻ പറ്റില്ലല്ലോ. അപ്പം അമ്മയോട് ഞാൻ പറഞ്ഞേച്ച് പോയി, അമ്മ എനിക്ക് ഇവിടെ വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, അങ്ങനെ വരാൻ പറ്റുമെങ്കിൽ അമ്മ എന്നെ ഇവിടെ കൊണ്ടുവന്നേ അമ്മ എന്ന് പറഞ്ഞേച്ചാണ് ഞാൻ ഇവിടുന്ന് ഇറങ്ങണത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് പുറത്തുനിന്ന് ഒരു ചെറിയ മാതാവിൻ്റെ ഒരു ഫോട്ടോവും മേടിച്ചുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി ആ ഫോട്ടോയുടെ മുന്നിൽ മുട്ടുകുത്തിന്ന് ഞാൻ വിശ്വാസപ്രമാണം, സ്വർഗസ്ഥനായ നന്മ ഇതെല്ലാം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു 3-4 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിൽ ഉദിച്ചു, എനിക്ക് ഉടമ്പടി എടുക്കണമെന്നൊരു മനസ്സിലൊരു ഇതിച്ച്. അപ്പോൾ ഞാനിപ്പോൾ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കിപ്പോൾ ഇങ്ങനെ തോന്നുന്നുണ്ട്, മനസ്സിൽ ഇങ്ങനെ ഉടമ്പടി എടുക്കണമെന്ന് തോന്നുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വന്നേ എനിക്ക് എടുക്കാൻ പറ്റുമോ, പിന്നെ ഞാൻ അത്രക്ക് വലിയ ഇതാണ്, ഞാൻ പാപിയല്ലേ, പിന്നെ എനിക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് ഉടമ്പടി എടുക്കാൻ പറ്റുമോ എന്ന് ഞാനിങ്ങനെ അമ്മയോട് ചോദിച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചില്ല, ഇങ്ങനെ പ്രാർത്ഥിച്ചു. അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ എന്തെങ്കിലും ഒരു അടയാളം തന്നെ, ഞാൻ ഇവിടെ വന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒരു അടയാളം തന്നെ എനിക്ക് ധൈര്യമായിട്ട് വരണമല്ലോ, അതിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചതാണ്. അപ്പോൾ ഞാനിങ്ങനെ സ്വപ്നത്തിൽ കാണുവാണ്, ഞാനിങ്ങനെ സ്വപ്നത്തിൽ ഞാൻ അമ്മയോട് ചോദിക്കണം, അമ്മേ ഞാനിവിടെ വന്ന് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമോ അമ്മേ എന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും ഇങ്ങനെ കതക് തുറക്കണ പോലെ വന്ന് അതിനകത്ത് കൃപാസനത്തിലെ മാതാവ് നിൽക്കണം ഞാനിങ്ങനെ കണ്ടപ്പോൾ ഞാൻ എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ചേച്ചിയോട് ഞാൻ ചെന്ന് പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ കണ്ടല്ലോ, അമ്മേനെ കണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഉടമ്പടി എടുക്കാൻ മാതാവ് വിളിക്കണതാണ്, നീ പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഒന്ന് ചുമ്മാ ഇങ്ങനെ മയങ്ങാന്ന് പറയുന്നു കിടന്നപ്പോഴത്തേക്കും ഞാൻ പിന്നെ സ്വപ്നം കാണുവാണ്, ആകാശത്ത് ഇങ്ങനെ മഴവില്ലിൻ്റെ നടുക്കൊരു മാതാവ് നിൽക്കണം. അപ്പോൾ നക്ഷത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, ഇങ്ങനെ ചിറകലൊക്കെ വെച്ചിങ്ങനെ മാലാഹമാർ, ആ സമയത്ത് എനിക്കറിയില്ല മാലാഹമാരാണെന്ന്. ഇങ്ങനെ താഴത്ത് വെച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും മാലാഹമാർ, മേലിൽ മാലാഹ, അങ്ങനെ നല്ല പ്രകാശം അങ്ങനെ ഞാൻ കാണുകയാണ്. അപ്പോൾ ഞാൻ അപ്പുറത്ത് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്, എൻ്റെ കൂടെ കൊച്ചു ത്രേസ്യാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ എല്ലാം എനിക്ക് പറഞ്ഞു തരുന്നത് ചേച്ചിയാണ്. ഞാൻ ചേച്ചിയോട് ഞാനിങ്ങനെ പറഞ്ഞു, ചേച്ചി ഞാനിങ്ങനെ സ്വപ്നം കണ്ടപ്പോൾ പറഞ്ഞു, അത് അമ്മയുടെ ചുറ്റും 12 തലക്ക് മുകളിൽ 12 നക്ഷത്രങ്ങളുണ്ട്, ചിറകലൊക്കെ വെച്ചത് മാലാഹമാരാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ്. അപ്പോൾ അതിന് ശേഷമാണ് എൻ്റെ കൊച്ചിന് ഒരുപാട് എപ്പോഴും പനിയും ജലദോഷവും കഫക്കെട്ടും അലർജിയാണ്. അപ്പം ഞാൻ ഡോക്ടറോട് തന്നെ ഞാൻ പറഞ്ഞ്, പിന്നെ ഞാൻ ഒരുപാട് ആശുപത്രിയിൽ ഇങ്ങനെ കൊണ്ടു നടന്നു, ഹോമിയോ കൊടുത്ത് ഇംഗ്ലീഷ് കൊടുത്ത് അങ്ങനെ. അപ്പം ഞാൻ ഡോക്ടറോട് നേരിട്ട് ഡോക്ടറെ ഒന്ന് അലർജി ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് അങ്ങോട്ട് പറഞ്ഞത്. അങ്ങനെ അലർജി ടെസ്റ്റ് ചെയ്തപ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്ത് 100 ആകാനുള്ള പാട്ടി 4300 ചില്ലറ കൊച്ചിന് അലർജി ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്കും ഞാൻ വല്ലാതെ വിഷമിച്ച് ഞാനിങ്ങനെ ഇവിടെ വന്നൊന്ന് അമ്മയോട് പ്രാർത്ഥിച്ചേച്ച് പോയതിന് ശേഷം അന്ന് വൈകുന്നേരം മുതൽ ഞാൻ 2 ആഴ്ചത്തോളം ഇങ്ങനെ കൊച്ചിനെ ആശുപത്രികളിൽ കൊണ്ടു നടക്കുകയാണെങ്കിലും ഒരു പരീക്ഷണങ്ങൾ സഹനങ്ങളൊക്കെ നമുക്ക് തരുമല്ലോ, അതെല്ലാം സഹിക്കണമല്ലോ എന്നോർത്ത് അമ്മ നോക്കിക്കോളുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ കൊച്ചിനെയും കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അങ്ങനെ ഞാൻ നിന്നപ്പോഴത്തേക്കും എൻ്റെ ആശുപത്രി കാണിച്ചേച്ച് തിരിച്ച് വന്ന് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്നോട് വേറൊരു കൊച്ചി എന്നെ വിളിച്ച് പറയണം, സൗമ്യ ഇതേപോലെ ആയുർവേദ ഹോസ്പിറ്റൽ, ചേർത്തല ആയുർവേദ ഹോസ്പിറ്റലിൽ മേഴ്സി എന്നൊരു ഡോക്ടറുണ്ട്, ഡോക്ടറെ കാണിച്ച് മരുന്ന് മേടിക്കുന്ന നല്ല ഡോക്ടറാണെന്ന് ഇങ്ങനെ പറഞ്ഞ്. അപ്പം ഞാനിങ്ങനെ ഇനി ഞാൻ പോകണില്ല, അമ്മയുടെ തേൻ കൊടുക്കാം, ഞാനെല്ലാം കൊടുത്തോണ്ടിരിക്കുവാണ്, കൊച്ചിന് എല്ലാ ദിവസവും കൊടുത്തോണ്ടിരിക്കുന്നത്, അമ്മ തന്നെ മാറ്റട്ടെ എന്ന് പറഞ്ഞ് ഞാനങ്ങനെ കിടന്നപ്പോഴത്തേക്കും സ്വപ്നത്തിൽ വീണ്ടും കാണുകയാണ്, ഡോക്ടറെ കാണിക്കുന്നതായിട്ട് ഇങ്ങനെ എന്നെ കാണിക്കണം. അപ്പം ഞാൻ വിശ്വസിച്ച് അമ്മ ഇതെന്നെ കാണിച്ചു തന്നതായിരിക്കും, ആ ഡോക്ടറെ അടുത്ത് ഞാൻ പോകാമെന്നും പറഞ്ഞ് ഞാൻ പിറ്റേ ദിവസം തന്നെ ആ കൊച്ചിനെ ആ മേഴ്സി ഡോക്ടറെ അടുത്ത് ഞാൻ കൊണ്ടുചെന്ന്. അന്ന് ഞാൻ ഡോക്ടറോടൊന്നും പറഞ്ഞില്ല, പിറ്റേ പ്രാവശ്യം ഞാൻ ചെന്നപ്പോഴത്തേക്കും എന്നോട് പറഞ്ഞ്
ഞാനിങ്ങനെ ഡോക്ടറോട് പറയുകയാണ്, ഡോക്ടറെ പിന്നെ കൊച്ചിന് പിന്നെ ഞാനിങ്ങനെ കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി എടുത്താണ്, ഞാനിങ്ങനെ സ്വപ്നത്തിൽ കണ്ടിട്ടാണ് ഞാനിങ്ങോട്ട് വന്നത് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഈ പത്രം ഉണ്ടായിരുന്നു, അപ്പോൾ പത്രം ഞാൻ ഡോക്ടറിന് കൊടുക്കാമെന്നും പറഞ്ഞ് പത്രം ഞാൻ കയ്യിൽ നിന്ന് എടുത്തപ്പോൾ ഡോക്ടറിൻ്റെ ഇവിടെ ആ ഡോറൊന്ന് ക്ലോസ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ ഡോറ് ക്ലോസ് ചെയ്ത് ഞാൻ പത്രം ഇങ്ങനെ കൊച്ചിന് നീട്ടിയപ്പോഴത്തേക്കും ഡോക്ടറുടെ കയ്യിൽ ഇങ്ങനെ കാശ് രൂപം ഡോക്ടർ എന്നെ കാണിച്ചു തന്നെ കാശ് രൂപം. അപ്പോൾ ഡോക്ടർ ഉടമ്പടി എടുത്തതാണ്. അങ്ങനെ ഞാൻ പോകുന്നു ഇങ്ങനെ കൊടുത്തിട്ടൊന്നും ഒരു വ്യത്യാസവും കാണാനില്ല. ഇങ്ങനെ ചുമക്കുമ്പോൾ ഭയങ്കര കഫം തിങ്ങിയിരിക്കുകയാണ് ഉള്ളിൽ. അതിങ്ങനെ ഇപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞ് ഇങ്ങനെ കഫക്കെട്ട് കൂടിയ കഫക്കെട്ട് ഇങ്ങനെ ഇത്രയും നാളും ഇംഗ്ലീഷ് കൊടുത്തോണ്ടിരിക്കുമല്ലേ, ഇംഗ്ലീഷ് കൊടുത്ത് ഇപ്പം ഈ ആയുർവേദം കൊടുത്ത് പിടിച്ച് വന്നതാണ്, അത് മാറിക്കോളും എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഡോക്ടർ പറഞ്ഞതനുസരിച്ച് ഞാൻ അങ്ങനെ ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ സ്വപ്നം കാണുവാണ്, പിന്നെ ഞാൻ പോകണോ വേണ്ടേ എന്നിങ്ങനെ ചിന്തിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ നമ്മുടെ ജോസഫ് അച്ഛനെ സ്വപ്നം കാണുവാണ്. ഈ അൾത്താരയുടെ പറ്റിയാൽ ഞങ്ങളിങ്ങനെ മുട്ടുകുത്തി നിൽക്കുവാണ്, കുറച്ച് പേരെ മുട്ടുകുത്തി നിന്നപ്പം പ്രാർത്ഥിക്കാൻ പറഞ്ഞ് സ്വർഗസ്ഥനായ ചൊല്ലാൻ പറഞ്ഞ് അങ്ങനെ അതൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ പിന്നെ അച്ഛൻ എൻ്റെ കയ്യിൽ 1 രൂപ നാണയത്തൊട്ട് ഇങ്ങനെ തന്നു, 1 രൂപ കോയിൻ ഇങ്ങനെ തന്ന്, കോയിൻ്റെ അകത്ത് ഇങ്ങനെ കുറച്ച് കറുപ്പ് കളറിൽ, അതായത് ആയുർവേദ ഹോസ്പിറ്റലിൽ പോണവർക്ക് അറിയായിരിക്കും, കഷായത്തിൻ്റെ നിറം അറിയാമല്ലോ, ഞാൻ അങ്ങനെയാണ് കാണണത്. അപ്പോൾ എന്നെ അമ്മ കാണിച്ചു തന്നെ, നീ കൊണ്ടുപോ, നീ ഇത് തന്നെ കൊടുത്താൽ മതി, കൊണ്ടുപോ അന്ന് അങ്ങനെ കാണിക്കണമെന്ന് കരുതി ഞാൻ അത് വിശ്വസിച്ച് ഞാൻ വീണ്ടും പോയി. ഇപ്പോൾ കൊച്ചിൻ്റെ അസുഖം പൂർണ്ണമായി സൗഖ്യപ്പെട്ടു. ഇപ്പം അവനൊരു കുഴപ്പവും ഇല്ല. പിന്നെന്താ, തേൻ ഞാൻ ഡെയിലി കൊച്ചിന് കൊടുക്കണം, തേൻ്റെ ഒപ്പം തന്നെ ഈ മരുന്നും ഞാനിങ്ങനെ കൊടുത്തോണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് തീർന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഡോക്ടർ അവിടെ നിന്ന് ഡിസ്ചാർജായി പോവുകയാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് പറയുവാണ്, നിങ്ങളെ ചികിത്സിക്കാൻ വേണ്ടി മാത്രമാണ് ഈ കുറച്ച് നാളത്തേക്ക് എന്നെ ഇങ്ങോട്ട് മാതാവ് കൊണ്ടുവന്നത്. ഇപ്പോൾ ഡോക്ടർ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോയി. പിന്നത്തെ കാര്യം എനിക്ക് ഇപ്പം അവൻ ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. അല്ലാതെ എന്നൊക്കെ ഇവൻ്റെ മേത്തും ഭയങ്കര ചൂടാണ്, ഏത് നേരവും ഭയങ്കര ചൂടാണ്. ഇപ്പം ഇങ്ങനെ പിടിക്കണതിന് ഒരു വിഷയമില്ല, നല്ല തണുപ്പ്, അങ്ങനെയാണ്, ഒരു കുഴപ്പമില്ല. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് 13 വർഷമായിട്ട് ഒരു ജോലി എനിക്കില്ല, എനിക്കൊരു ജോലിയില്ല. അപ്പം ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മ എനിക്കൊരു ജോലി തന്നെ, അമ്മ എൻ്റെ വീട്ടിലും ഇങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഒരാൾ തന്നെ സാമ്പത്തികം കൊണ്ടുവരുമ്പോഴത്തേക്കും ബുദ്ധിമുട്ടാണല്ലോ. അപ്പം വീട്ടിലും പ്രശ്നമായിരുന്നു. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അമ്മ എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി തന്നെ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിന് മുന്നേ കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്, പക്ഷേ അതൊക്കെ വിട്ടുപോയി, ഇപ്പോൾ വെപ്രാളത്തിലാണ്. അതുകൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം. ഞാനിവിടെ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തേച്ച് പോയി 1 മാസം കൊണ്ട്. അപ്പം ഞാനിവിടെ വന്നേച്ച് എന്നോട് ഞാനിങ്ങനെ അമ്മയോട് പറഞ്ഞു, അമ്മേ പിന്നെ എനിക്ക് ബൈബിളില്ല, ഞാൻ ബൈബിളൊന്നും വായിച്ചിട്ടില്ല, ബൈബിളില്ല, എനിക്ക് പുതിയൊരു ബൈബിള് മേടിക്കാൻ കാശില്ല, എനിക്കൊരു പഴയ ബൈബിളാണെങ്കിലും അമ്മ എനിക്ക് തരുമോ എന്ന് ചോദിച്ച് ഞാൻ അതും പറഞ്ഞേച്ച് ഞാൻ വീട്ടിൽ പോയി. അന്ന് ചെന്ന് പിറ്റേ ദിവസം ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ചേച്ചി എൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഒരു ബൈബിൾ എനിക്ക് അപ്പം തന്നെ തന്ന്. അത് തന്നു കഴിഞ്ഞ് ഞാൻ 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും ഇവിടെ വന്നേച്ച് ഞാനിവിടെ 3 മാസം പുതുക്കാനായിട്ട് വന്നതിന് ശേഷമാണ് എനിക്ക് 3ാമത്തെ ഇതിലാണ് എനിക്ക് പിന്നെ ജോലി ഇത് കിട്ടണത്. പിന്നെ കൊച്ചിനും അലർജിയൊക്കെ ഇതാക്കി മാറി. അത് കഴിഞ്ഞ് പിന്നെ 4ാമത്തെ ഉടമ്പടി പുതുക്കാനായിട്ട് ഞാൻ പ്രാർത്ഥന ഒന്നും മുടക്കണില്ല, എല്ലാം പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ബൈബിൾ കിട്ടിയത് കൊണ്ട് ഞാൻ എല്ലാം ബൈബിളും വായിക്കുന്നുണ്ട്, ജപമാല അതുകൊണ്ട് ജപമാല എനിക്ക് ചൊല്ലാനറിയാമോ, ഞാൻ ഹിന്ദുവാണല്ലോ, ജപമാല എനിക്ക് ചൊല്ലാനറിയാമല്ല. അപ്പോൾ ജപമാല ചൊല്ലാൻ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ ആദ്യം ചൊല്ലി. അപ്പോൾ എൻ്റെ വിചാരം ഈ നന്മ നിറഞ്ഞ മറിയ അതിനിടയ്ക്ക് ചൊല്ലണം സ്വർഗസ്ഥനായ മാത്രമാണ് ജപമാല എന്നാണ് ഞാൻ എനിക്ക് അറിയാൻ പറ്റുള്ളൂ. ഞാൻ ഹിന്ദു, എനിക്കറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അപ്പുറത്തെ ചേച്ചിയെടുക്കെ ചെന്നൊരു പേപ്പർ എടുത്ത് വെച്ച് ജപമാല ഇങ്ങനെ രഹസ്യങ്ങളൊക്കെ എഴുതിയെടുത്ത് കുറച്ച് എഴുതിയപ്പോഴത്തേക്കും എനിക്ക് ഒരു ബുക്ക് എനിക്ക് ആ ചേച്ചി തന്നെ തന്ന് അങ്ങനെ ഞാൻ ജപമാല കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇങ്ങനെ ചൊല്ലണുണ്ട്, കണ്ടിന്യൂ ആയിട്ട് ചൊല്ലുന്നുണ്ട്. കഴിഞ്ഞ ജപമാല റാലിക്ക് ഞാൻ ഇവിടുന്ന് ഞാൻ അങ്ങോട്ട് പോയി. ഇവിടുന്ന് കഴിഞ്ഞ ജപമാല റാലിക്ക് ഞാൻ പോയിട്ട് ഈ കാട്ടൂർ പള്ളിയുടെ സമീപത്ത് വെച്ച് ഞാനിങ്ങനെ പിന്നെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നടന്ന് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പോയപ്പോൾ സൈഡിലൊക്കെ ഇഷ്ടം പോലെ അമ്മയുടെ ഫോട്ടോയും പൂമാലയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പം ഞാൻ ആ പൂമാല നോക്കി അമ്മയുടെ ഫോട്ടോയും നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷം ഇങ്ങനെ തിരിഞ്ഞ് നോക്കാം. അപ്പം ആ ഫോട്ടോയുടെ ഫ്രണ്ടിൽ 3 പിള്ളേർ ഇങ്ങനെ കുനിഞ്ഞ് നിൽക്കുവാണ്.
ഞാൻ ഈ അങ്ങനെ നോക്കി പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ ഈ എൻ്റെ നേർക്ക് പെട്ടെന്ന് ഒരു കൊച്ചിൻ്റെ നേർക്കാണ് പോയത്. ആ മൂന്നിലൊരു കൊച്ചിൻ്റെ നേർക്കാണ് എൻ്റെ മുഖം പിന്നെ പെട്ടെന്ന് പോണത്. ഞാനപ്പോൾ പെട്ടെന്ന് തന്നെ ആ മുഖത്ത് ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്കും അമ്മയുടെ മുഖം, ഇവിടുത്തെ നമ്മുടെ കൃപാസന അമ്മയുടെ മുഖം ഞാൻ കാണുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ കാണിച്ച്, ഇത് സത്യമാണ് അമ്മയെ കാണുന്നതെന്ന് ഞാനിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും അമ്മ എന്നെ ചിരിച്ച് കാണിച്ച് ഞാൻ അങ്ങനെ എനിക്ക് അമ്മേനെ ഒന്ന് കാണാൻ പറ്റി. അത് കഴിഞ്ഞ് ഈ ജപമാല റാലിക്ക് ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തലേദിവസം ഞാനിങ്ങനെ സ്വപ്നം കാണുവാണ്. നീലക്കടൽ ഒരു സൈഡിൽ കൂടി ഒഴുകി വന്ന് ഇപ്പുറത്തെ സൈഡിൽ കുറേ നീല കളർ തന്നെ ഇങ്ങനെ കൂമ്പാരം പോലെ, അതെന്താ പറയണത് എനിക്കറിയാൻ പാടില്ല. ഏതായാലും നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ നടുക്കൊരു ചെറിയ വീട്, നടുക്ക് തന്നെ ഞാൻ നിൽപ്പുണ്ട്. അതിൻ്റെ ഇടക്കുന്നൊരു വഴിയൊക്കെ ഉണ്ട്, അങ്ങനെ വഴിയൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ കണ്ട് 4:30ക്കാണ് ഞാനിത് കാണുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ചാടി എണീറ്റ്, ഞാനിപ്പോൾ പ്രാർത്ഥിക്കാനുള്ള സമയമാണല്ലോ, ഞാനിപ്പോൾ 4:30ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ചിലപ്പോൾ അതിന് വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ കണ്ടതെന്നും പറഞ്ഞ് ഞാനിങ്ങനെ ഈശോയുടെ ഫോട്ടോ ഞങ്ങളുടെ അടുത്ത് വെച്ചിട്ടുണ്ട്, വീട്ടിൽ വെച്ചിട്ടുണ്ട്. ആ ഫോട്ടോയിൽ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞു, ഈശോയെ ഞാൻ ഈ കാണുന്നത് എന്താണ്, എനിക്കിത് ബൈബിളിലൂടെ വെളിപ്പെടുത്തി തന്നെ എന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ബൈബിൾ ഞാനിങ്ങനെ തുറന്നപ്പോൾ സങ്കീർത്തനം 139, 140 ഇതാണ് എനിക്ക് കിട്ടണം. അപ്പം 139 ഉണ്ട്, കടലിൻ്റെ നടുക്ക് പോയി നീ പാർത്താലും നിന്നെ ഞാൻ സംരക്ഷിക്കുമെന്നാണ് അതിൽ ഞാൻ കാണുന്നത്. ഇപ്പോൾ എനിക്ക് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല, ഞാൻ പഠിച്ച് വന്നതല്ലേ ഉള്ളൂ, എനിക്കറിയില്ല. എങ്കിലും ഞാനിവിടെ വന്നത് ഇങ്ങനെ അച്ഛൻ പറയാറുണ്ടല്ലോ, ഉപ്പ് നോക്കാൻ വന്നെന്ന് ഇങ്ങനെ പറയാറുണ്ടല്ലോ, അങ്ങനെയല്ല, ഞാൻ എൻ്റെ ദൈവമായിട്ട് അടുക്കാൻ തന്നെയാണ് ഞാൻ വന്നേക്കണത്. ഞാൻ ഈ കുരിശുരൂപത്തിലോട്ടും ഇവിടെ ഈശോയുടെ കാര്യം പറഞ്ഞാലും ഒക്കെ എൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകും. എനിക്കറിയാൻ പാടില്ല അതെന്തുകൊണ്ടാണ്, എനിക്ക് ദൈവത്തിനോടുള്ള സ്നേഹത്തിനായിരിക്കും അതങ്ങനെ എനിക്ക് ഫീൽ ചെയ്യണത്. എനിക്ക് കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട്. ഇപ്പം എനിക്ക് ഒരു ജോലി കിട്ടിയത് കൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ ജോലിയിൽ നിന്ന് ഒരു ഭാഗം എനിക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാം, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ രോഗികൾക്ക് മരുന്ന് വാങ്ങിച്ച് കൊടുക്കുന്നുണ്ട്, എല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബൈബിൾ വായിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ധ്യാനം ഒരാഴ്ച പോലും ഞാൻ മുടക്കാറില്ല. ഞാൻ ചാർജ് ചെയ്യണം, ഞാനിങ്ങനെ ഉറക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ചാർജ് ചെയ്യണം, എൻ്റെ ഫോണിൽ ചാർജ് ചെയ്യണം തന്നെ. ഞാൻ ഈ ധ്യാനവും ഈ സാക്ഷ്യങ്ങളും അച്ഛൻ്റെ ടോക്കുകളും കേൾക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചാർജ് ചെയ്യണത്. അല്ലാതെ ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ ഒന്നും നോക്കില്ല. ആരെങ്കിലും അത്യാവശ്യം മെസ്സേജ്, വാട്സപ്പ് മെസ്സേജ് ഗ്രൂപ്പുകളിൽ എന്തെങ്കിലും വന്നാൽ മാത്രമേ നോക്കുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഫോൺ തുറക്കണത് മൊത്തം ഈശോയുടെ കാര്യങ്ങളും മാതാവിൻ്റെയും നമ്മുടെ ജോസഫ് അച്ഛൻ്റെയും കൃപാസനം അങ്ങനെയാണ് ഞാൻ കാണുന്നത്. അല്ലാതെ എനിക്കൊരു ലോകം ഇല്ല. പിന്നെ എൻ്റെ മകനാണെങ്കിലും ഇപ്പം കൊച്ചാണെങ്കിലും കുളിച്ചേച്ച് വന്ന ഉടനെ അമ്മയുടെ തേനെടുത്ത് കുടിച്ചിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ. ഞാനിപ്പം അടുക്കളയിൽ പണി ചെയ്യണതിടക്കും ഞാൻ ഈ സാക്ഷ്യങ്ങൾ വെച്ചാണ് കേൾക്കണം. അല്ലാതെ ഈ ജോലിക്ക് പോയത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ എൻ്റെ ഇവിടുത്തെ ഇത് കേൾക്കുക, സാക്ഷ്യങ്ങൾ കേൾക്കുക, മറ്റവർക്ക് ഷെയർ ചെയ്യുക, ധ്യാനം കൂടുക, എല്ലാ അനുഗ്രഹങ്ങൾ തന്നെ ഈശോയ്ക്കും അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി. പരിശുദ്ധ അമ്മയ്ക്ക് തിരുകുമാരനും 1000 നന്ദി പറയാം. സഹോദരി